ഇനി അമ്പത്തൂർ സിംഗത്തിന് വരാനുള്ള സമയമായിരിക്കുന്നു. സിംഗത്തെ തുറന്നു വിടാം നമുക്ക്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ റൈക്ക കുട്ടി ഓൺ സ്റ്റേജ്. എന്നോട് ഐശ്വര്യ റായ് വന്നിരിക്ക. എന്നോട് സിംഗത്തെ കാണാൻ നല്ല രസം. സുന്ദരിയുണ്ട്. കൊള്ളാലോ, നല്ല ഉടുപ്പാണല്ലോ. ഉടുപ്പും ചെരുപ്പും അല്ലേ? ചെരുപ്പ് സ്പെഷ്യൽ ക്രോക്സ്. இன்னைக்கு என்னோட பெர்ஃபார்மன்ஸ் பார்க்க என்னோட அப்பாவோட பெரியமையும் பெரியப்பாவும் வந்திருக்கு. ஹலோ ஹலோ நமஸ்தே வணக்கம். நமஸ்காரம். அப்போ இன்னைக்கு வந்து அழகான ராட்சசியா வந்து எது பாட்டு பாட போறாரு? ആലിപ്പഴം ഇന്നൊന്നായി മുറ്റത്തെങ്ങും. ആലിപ്പഴമാണോ? അത് ഏത് മരത്ത് കിട്ടും ആലിപ്പഴം? ആലിപ്പഴം ഫ്രൂട്ട് അല്ല, മഴയാക്കും. மழையில வர ஐஸ். இங்கிலீஷ்ல என்ன சொல்றது? ആലി ഫ്രൂട്ട്. ഹെയിൽ സ്റ്റോം വെച്ചിട്ടുള്ള ഐസ് വെച്ചിട്ടുള്ള സ്റ്റോം ആണ് ഹെയിൽ സ്റ്റോം. ആലിപ്പഴം ഭയങ്കര ആലിപ്പഴം പെറുക്കാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇത് വേറൊരു ബ്യൂട്ടിഫുൾ ആലിപ്പഴം. അതെ, ആലിപ്പഴത്തിന് എന്താ തമിഴ് പറയുന്നത്? ഞാൻ சொல்றது ഐസ് കട്ടി മഴ എന്നാക്കും. ഐസ് കട്ടി മഴ. தமிழ்ல அதுக்கு வார்த்தை இல்லையா? ஆலங்கட்டி. ஆலங்கட்டி. ஆமா, ஆலங்கட்டி பாட்டுல எல்லாம் கேட்டிருக்கேன். ஆலங்கட்டி மழை வந்து എന്നൊക്കെ പറഞ്ഞ പാട്ട്. ரிதம் போடுறதுக்கு முன்னாடி பாட்டு நிறுத்திட்டாங்க. நல்லா இருக்கு, அந்த டியூன் நல்லா இருக்கு. ஆலங்கட்டி மழை வருது தக்கும் 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 ரைக்கா வந்து பாட்டு பாடுது தக்கும் 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 കണ്ടോ പുതിയ പാട്ട് പിറവി കൊണ്ടത് കണ്ടോ? കൊള്ളാട്ടോ, ആ ട്യൂൺ ബാക്കി കണ്ടിന്യൂ ചെയ്തേക്കെ. ഞാൻ പാടിത്തരാം. സാമാന്യ മോശമായിരുന്നു. ഞാനും വരാം പ്രൊഡക്ഷൻ. ഡേറ്റ് പാടിത്തരാം അല്ലേ? ഞാൻ പ്രൊഡക്ഷൻ. അപ്പൊ ഡീറ്റെയിൽസ് റൈക്ക ബേബി. മൂവി നാളെ ഞങ്ങളുടെ വിവാഹം, ഇയർ 1986, ലിറിക്സ് ചുനക്കര രാമൻകുട്ടി സാർ, പിന്നെ പാടിയത് ചിത്രാമ്മ, കമ്പോസർ ശ്യാം സാർ. കേൾക്കാം. All the best. താങ്ക് യു.
ഈ പാട്ട് ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും പഴയ കുറേ പാട്ടുകൾ ഇങ്ങനെ ഓർമ്മ വന്നു. എന്തുകൊണ്ടാണ് അതിന്റെ ചില ഫ്ലേവേഴ്സ് കാരണം. ഇപ്പോ സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ ആരേ സ്വപ്നം കാണുവതാരേ. ഒരുപാട് ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായ വിടുത്തി, അങ്ങനെ കുറെ അധികം മൂമെന്റ്സ് ഉണ്ട്. സുറുമയെഴുതിയ മിഴികളെ പ്രണയ മധുരത്തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ സുറുമയെഴുതിയ മിഴികളെ. സുഷേ ആ കൊടകൊള്ളാം. അപ്പൊ അങ്ങനെ ഒരു വാനില ഐസ്ക്രീം ഉണ്ട്, പിന്നെ ചോക്ലേറ്റ് ഉണ്ട്, പിന്നെ സ്ട്രോബെറി ഒരു പാട്ട് കൂടി ഉണ്ട്. ചോക്ലേറ്റ് ഫഡ്ജ് ഉണ്ട്. ഒരു പാട്ട് കൂടി ഓർമ്മ വന്നു ചേട്ടാ. യമുനാ തീരെ ആ പാട്ട്. യമുനെ നിന്നുടെ നെഞ്ചിൽ നിറയെ നിറമെന്തി പറയോ നിന്നിലലിഞ്ഞു കാർവന്നൻ. റൈഗോടി ഓ ഇങ്ങോട്ട് പോരെ, കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. സീക്രട്സ്. പാട്ട് നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു കേട്ടോ. താങ്ക് യു വെരി നൈസ്. താങ്ക് യു. യാ താങ്ക് യു. അപ്പൊ എന്താ വെച്ചാൽ ഇതിൽ നമുക്ക് കാണാം ഒരു മ്യൂസിക് കമ്പോസർ എങ്ങനെ ഒരു മ്യൂസിക് സെറ്റ് ചെയ്യുന്നുള്ളത് നമ്മൾ ഇങ്ങനെ ആലോചിക്കാം. അതായത് റൈഗോട്ടി പാടുന്നു, വയലൻസ് തിരിച്ച് ആൻസർ പറയുന്നു. പിന്നെ യു ആസ്ക് യു എ ക്വസ്റ്റ്യൻസ് ആൻഡ് ദേ ഗിവ് യു ദെയർ ആൻസേഴ്സ്. അപ്പൊ ശരിക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അവരെ ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, അല്ലേ? അപ്പൊ ആ കോൺവെർസേഷൻ യു ഷുഡ് കീപ് ഇറ്റ് ഗോയിങ്. അപ്പൊ അതൊന്ന് അങ്ങനെ ഒന്ന് നോക്കിയാൽ നന്നായിരിക്കും. പല്ലവി പാടുമ്പോ ഓരോന്നിനും ആൻസർ ഉണ്ടല്ലോ. ഒന്ന് വായിക്കാമോ അത്? പാടി പാടൂലേ, അതിങ്ങനെ കട്ട് ചെയ്ത് അവർക്ക് പാടി കൊടുക്കണം. അതൊന്നുകൂടെ നന്നായിട്ട് വരണം. ആടി കുറച്ചും കൂടെ കട്ട് ചെയ്യണം. കമോൺ. ഇതില് വാരി ഇല്ലേ, അപ്പൊ അവർക്കും വാരാൻ സമയം കൊടുക്കണം. അപ്പൊ കട്ട് ചെയ്യണം. വാരി അങ്ങനെ വേണം. വൺ മോർ. 1 2 3 4. അവര് സസ്റ്റെയിൻ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഇല്ലേ, അത് ബ്യൂട്ടിഫൈ ചെയ്യണം. അപ്പൊ ഞാനിത് പറയാൻ കാരണം ഇങ്ങനത്തെ ഡൈനാമിക്സ് വർക്ക്ഔട്ട് ചെയ്താലാണ് ഈ പാട്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആവണേ. അങ്ങനെ വരുമ്പോഴത്തേക്ക് റൈക്കയുടെ സിഗ്നേച്ചർ കുറച്ചും കൂടെ നന്നായിട്ട് വരും. ദാറ്റ് ഇസ് 1 പോയിന്റ്. ദ സെക്കൻഡ് പോയിന്റ് ഇസ് നമ്മള് ബ്രത്ത് എന്ന് പറയുന്നത് നമുക്ക് ഏതുവരെ ബ്രത്ത് കിട്ടണം എന്ന് പറഞ്ഞാൽ ഒരു ഫ്രേസിങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ബ്രത്ത് നമ്മൾ എടുക്കണം. ദാറ്റ്സ് എ സീക്രട്ട്. ആ സീക്രട്ട് പറയാനാണ് ഇവിടെ വിളിച്ചത്. അപ്പൊ ഞാനും നിന്നാശകളും വാരി വരെ എത്ര ബ്രത്ത് എടുക്കണം, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഓരോ ഫ്രേസിങ്ങിനും എത്ര ബ്രത്ത് എടുക്കണം നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് கொஞ்சம் கூட ഈസി ആത് പാടலாம். നെക്സ്റ്റ് വന്ന് ചില നോട്ട്സ്, അതോടെ ക്ലാരിറ്റി. ഇപ്പോ ഉറങ്ങാതോർത്തിരുന്നു ഞാൻ, அந்த ഏരിയ கொஞ்சம் പാടുங்க. one more. ഇപ്പൊ வந்து faster phrases வரும்போது அந்த சங்கதி வரும்போது the best way to approach
ഫാസ്റ്റ് സംഗതിனா ஸ்லோ பிராக்டிஸ். ഓക്കെ. அப்போ இது கொஞ்சம் ஸ்லோவா பாடுங்க. ഓർക്കാതെ ഇന്നൊരുങ്ങി ഞാൻ ഉറങ്ങാതോർത്തിരുന്നു ഞാൻ ത ത തരരാ ഉറങ്ങാതോർത്തിരുന്നു ആ ന നാദാരി. ഉറങ്ങാതോർത്തിരുന്നു. അത് കുറച്ചും കൂടെ സ്ലോ ആയിട്ട് പാടണം. ആ. അതാണ് പറഞ്ഞേ. പിന്നെ പാടിപ്പിക്കുന്നില്ല, അത് ശ്രദ്ധിക്കണം. ആ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങള് മനസ്സിലാക്കണം. ആ. ഓക്കെ, മധു കിட்ட சொல்லுங்க. ഓക്കെ. வாங்க. நல்லா பாடுனீங்க. താങ്ക് യു. பியூட்டிஃபுல் செலெக்ஷன். താങ്ക് യു. ஓகே, எனக்கு ரொம்ப பிடிச்சிருக்கு இந்த பாட்டு. താങ്ക് യു. பல வாட்டி ரேடியோல எல்லாம் கேட்டிருக்கேன். ஆனா இன்னைக்கு நீங்க பாடும்போது கொஞ்சம் கூட கவனமா நான் கொஞ்சம் கேட்டேன். நான் ரொம்ப நல்லா இருக்கு. താങ്ക് യു. இப்போ அவரு சொன்ன விஷயங்கள் எல்லாம் புரிஞ்சிடுதுல்ல. இந்த டைனாமிக்ஸ் வேணும். அப்புறம் அந்த முற்றத்தெங்கும் பாடினேன்ல, அது கொஞ்சம் பாடுங்க. ആലിപ്പഴം ഇന്നൊന്നൊന്നായൻ മുറ്റത്തെങ്ങും அங்க ஆ. കംപ്ലീറ്റ് ആവണം. அது ஓகே. அப்புறம் உறங்காதோர்த்திருந்தது பாட வச்சாச்சு. Yes. அது கொஞ்சம் ஸ்லிப் ஆயிடுச்சு அப்போ பாடும்போது தேக்கில. அப்புறம் ആനന്ദം. മലരുകൾ ചൊരിഞ്ഞു ആനന്ദം മണ്ണും വിണ്ണും ഇന്നിലിന്ന് മുന്നിലിന്ന് മലരുകൾ ചൊരിഞ്ഞു ആനന്ദം മേകുവാൻ. அது அப்படியே ஆனந்தம் கொஞ்சம் டைனாமிக்ஸ் கொடுத்து பாடினா கொஞ்சம் கூட அழகா இருக்கும். ഓക്കെ. அப்புறம் திருப்பி அப்புறம் நெக்ஸ்ட் ஆலிப்பழம் கூட கொஞ்சம் ஸ்லிப் ஆயிடுச்சு. அவ்வளவுதான். பாக்கி ஏரியாஸ் எல்லாம் ரொம்ப நல்லா இருந்தது. താങ്ക് യു. நீ அங்க எஸ் ரைக்கா பேபி ഓ எப்படி இருக்குங்க? நல்லா இருக்கேன். அப்படியா? ആ. இங்க இருந்து அங்க பாக்கும்போது அழகா இருக்குல்ல? அந்த மீனாட்சி விஷன் நல்லா இருக்குல்ல, നമുക്ക് റൈക്കക്കുട്ടി view- അങ്ങോട്ട് കിട്ടാ. அந்த வியூ நல்லா இருக்குல்ல, இங்க அந்த വ്യൂ നല്ല இருந்து இருக்குல்ல? அப்படிதான் நாங்க பாக்குறோம். അതെ, നമ്മൾ അങ്ങനെയാ കാണുന്നത്. റൈക്ക ബേബി അവിടെ നിന്നിട്ട് പാടുമ്പോ നല്ല രസം ഉണ്ടായിരുന്നു. താങ്ക് യു. ஆல்சோ அந்த ஹை நோட்ஸ் போகும்போது உன்னோட வாய்ஸ் ரொம்ப அழகா இருக்கு. താങ്ക് യു. எப்படி சொல்றது, பழுங்கு பாத்திர மாதிரி. താങ്ക് യു. பளபளன்னு. பளபளா. அப்புறம் எல்லா எம்ஜே சாரும் மது சாரும் சொன்ன மாதிரி தான் சேம். அந்த கிளாரிட்டி, கொஞ்சம் சங்கதியோட கிளாரிட்டி இருக்கணும். அப்புறம் அந்த வயலன் கூட கான்வர்சேஷன் போகிற மாதிரி இருக்கணும் communication. இந்த பாட்டு. Question and answer. ஆமா, கரெக்ட் தான். அப்புறம் பிரெத் தான் நானும் நோட்டீஸ் பண்றது. இந்த ஃப்ரேசஸ் எவ்வளோ லாங்கா இருக்கு, அவ்வளோ பிரெத் கெப்பாசிட்டி வேணும். புரியுதா? அவ்வளவுதான். பாக்கி எல்லாம் அழகா இருக்கு. ரொம்ப சூப்பர் காஸ்டியூம். താങ്ക് യു. நல்லா பாடினேன். താങ്ക് യു. அப்புறம் என்ன சொல்றது, അപ്പുറം ഇവിടെ വന്നിട്ട് പറഞ്ഞാലോ. അപ്പൊ അവിടെ വന്നിട്ട് ബാക്കി പറയാം, അല്ലേ? മീനാക്ഷി മിസ് യു. അതെ. சரி, ஓகே, கங்க்ராச்சுலேஷன்ஸ். താങ്ക് യു. ഇന്ന് റൈക്ക ബേബിക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് 97 out of 100. താങ്ക് യു. റൈക്ക ബേബി ഇന്ന് അച്ഛന്റെ കൂടെ വല്യച്ഛനും വല്യമ്മയൊക്കെ വന്നു. അപ്പൊ ഒത്തിരി സന്തോഷം വന്നതില്. നേരിട്ട് പാട്ടൊക്കെ കേട്ടു. റൈക്ക ബേബി പോയിരുന്ന് നല്ലോണം പ്രാക്ടീസ് ചെയ്യാ. എപ്പോഴും പറയുന്നല്ലോ നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് പോവാണ്. അപ്പൊ കുറച്ചുകൂടെ ഹാർഡ് വർക്ക് ചെയ്യാ. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ. ഗുഡ് Bye. Good night. മീനുകേട്ടാ, എന്തോ 10 വർഷമായില്ലേ, അതെ. ഒരു മൂളിപ്പാട്ടെങ്കിലും പാടിക്കൂടെ? ഞാനോ? ഏറ്റവും മൂളാൻ ഇഷ്ടമുള്ള പാട്ട് ഏതാ? എനിക്ക് എല്ലാ പാട്ടും ആക്ച്വലി മൂളാൻ എന്നാലും ഇഷ്ടമാ. മീനൂട്ടി വീട്ടിലൊക്കെ ഉള്ളപ്പോ ചുമ്മാ അതിൽ കൂടെ ഒക്കെ നടക്കുമ്പോ ചുമ്മാ മൂളിപ്പാട്ട് പാടുന്ന പാട്ടുണ്ടാവില്ലേ ഏതെങ്കിലും ഒക്കെ? അങ്ങനെ കൊറേ പാട്ടുണ്ട്. എന്നാലും ഒരു പാട്ട് കൂടുതൽ എങ്ങനെ പാടിയിട്ടുള്ളത്? എന്നിട്ട് അതൊന്ന് മൂളിക്കേന്ന് പറയാനല്ലേ. അതെ. അതുകൊണ്ട് ഞാൻ അത് പറയൂല. പറയുന്നില്ല, ഇപ്പൊ പറയുന്നില്ല. കാരണം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് നമുക്കറിയാം. അയ്യോ, അങ്ങനെ ഒരു പാട്ടോ? അങ്ങനെ പാട്ട്. ഒരൊറ്റ പാട്ട്. എല്ലാരും ആകാംക്ഷ ഭരിതരായി കാത്തിരിക്കുക. ഭരിതരാവുന്നെ. മീനൂട്ടി ആരാ? ആരാ? ചെറിയ വലിയ കക്ഷിയല്ലാണ്. ഇല്ല എനിക്ക് അങ്ങനെ അറിയാൻ മേല. മീനൂട്ടിക്ക് ഇഷ്ടപ്പെട്ട പാട്ടെന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ്. ഇല്ല, എനിക്ക് അങ്ങനെ ഒരു പാട്ട് പറയാൻ പറ്റത്തില്ല. എനിക്ക് അങ്ങനെ കുറെ പാട്ടുണ്ട്. എന്നാ 3 പാട്ട് പറഞ്ഞോ. നിലാവിന്റെ ഒന്ന്. ആ, നിലാവിൻ. പിന്നെ MJ അങ്കിളുടെ മിന്നാ മിന്നി. അത് എന്നെ സൂചിപ്പിച്ചാണോ?
ഞാൻ ഇത് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ആ. അത് പിന്നെ ഇത് ഇപ്പൊ രണ്ടു മൂന്ന് പാട്ട് പറഞ്ഞല്ലോ. അപ്പൊ ഇത് പാടി മതിയോ? ആ അത്ര മതി. ശരി, അപ്പൊ മിന്നാമിനി പറഞ്ഞില്ലേ, ആ. അതിന്റെ 2 ലൈൻ പാടി. ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. എന്നാ നിലാവിന്റെ നില. ഇല്ല, അതും ഞാൻ പാടാം. അതൊക്കെ എനിക്ക് പാടി കേൾക്കാനാ ഇഷ്ടം. അല്ല പാടാറുണ്ടെന്നല്ലോ പറഞ്ഞു മൂളിപ്പാട്ട്. അത് അപ്പൊ ഒരു കാര്യം ചെയ്യാം. പറഞ്ഞു മധുവും നമ്മുടെ മീനുട്ടെ കൂടെ എനിക്കത് ഓർമ്മ. കൂടെ പഠിക്കും. ഏത് പാട്ടാ? ഞാൻ പാടൂല. ഞാൻ വായ തുറക്കൂല. ഒന്നിച്ച് ഞാൻ മിണ്ടൂല. മധുങ്ങളെ ശരി പാടിത്തരോ? മധുവിന്റെ കൂടെ പഠിക്കോ? ഞാൻ പാടൂല. കൂടെ പാടൂല. ഏത് പാട്ട്? പ്ലീസ്. എന്നിട്ട് എന്താ ഞാൻ ആ പാട്ട് വെറുക്കണോ? അച്ഛനാണ് പറയുന്നത്. അച്ഛൻ ഇല്ല അച്ഛാ, ഞാൻ ആയുധം വെച്ച് അച്ഛൻ പറഞ്ഞ കീഴടങ്ങി. കേക്കണം. ഞാൻ വേണമെങ്കിൽ മൈക്ക് ഓഫ് ചെയ്യുമ്പോ അവിടെ വന്നിട്ട് പാടിത്തരാം. അതിനെനിക്ക് സ്കില്ലുണ്ട്. ആര് ചേച്ചിക്ക് ഞാൻ പാടി തന്നിട്ടില്ലേ? എനിക്ക് പാടി തന്നിട്ടുണ്ട്. ഉണ്ട്, കണ്ടാ? അപ്പൊ ആ മൈക്ക് ഓഫ് ചെയ്തിട്ട് ഈ മൈക്ക് വന്ന് പാടുക. ഒന്നുമില്ല. ഇപ്പൊ ഞാൻ പാടാൻ അറിയുന്ന ഒരാളെ വിളിക്കാം. നിങ്ങൾ കുറച്ച് പാട്ട് കേട്ടൊന്ന് കാം ഡൗൺ ആവൂ പ്ലീസ്. ശരി, ഓക്കെ, അങ്ങനെ ലെറ്റ്സ് വെൽക്കം നമ്മുടെ എസ്തർ കുട്ടി ഓൺ സ്റ്റേജ്. അല്ല എസ്തർ ഒരു വൈബ് ഉണ്ടല്ലേ? ഒരു വൈബുണ്ട്. വെരി വൈബ്രന്റ്. വെരി വിഭ്രാന്തി. ഏതാണ് പാട്ട്? മൂളിപ്പാട്ടും പാടി. അപ്പൊ പാട്ട് പറഞ്ഞില്ലേ? മൂളിപ്പാട്ടാണോ പറഞ്ഞുള്ളൂ? എനിക്ക് പകരം രമണൻ ഗോതയിലേക്ക്. ഇതിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ വേർഡ് ഏതാണ് ഈ പാട്ടിലെ? സുന്ദരം. മുമ്പത്തേക്കാളും സുന്ദരം. മുമ്പത്തേക്കാളും സുന്ദരം അല്ലേ? Beautiful എന്ന് പറയുന്നത് സുന്ദരം. സുന്ദരം. അതിന് ഇത്ര സമയം വേണോ? അല്ല, ഇനി വേറെ എന്തെങ്കിലും ഞാൻ എന്ത് ചെയ്യും? ഡീറ്റെയിൽസ് പറയട്ടെ. ഡീറ്റെയിൽസ്. സിനിമ മേക്കപ്പ് മാൻ, ഇയർ 2011. മ്യൂസിക് വിദ്യാസാഗർ സർ, ലിറിക്സ് കൈതപ്രം സർ, സിംഗേഴ്സ് കല്യാണി മാമും കാർത്തിക് അങ്കളും. പിന്നെ ഒന്നുമില്ല. അത്രേ ഉള്ളൂ. മധുമക്കൾ ഈ മൂവിയിൽ ഒരു പാട്ട് പാടി. Who will give and who will give me? Who will give me? കേക്കല്ലേ പാട്ട്? Yes. All the best. All the best. മൂളിപ്പാട്ടും പാടി മുത്തിപ്പുണരും കാറ്റേ, മുമ്പത്തെക്കാളും സുന്ദരം. മുകിലിൽ തട്ടിത്തൂവും മഴവിൽ ചന്തം കാണാൻ എന്നത്തെക്കാളും സുന്ദരം. അതിരെല്ലാം കടലോരം തിരകൊള്ളും
മുത്തിപ്പുണരും കാറ്റേ മുമ്പത്തെക്കാളും സുന്ദരം തമ്മിൽ തമ്മിൽ പകരും മധുരം സുന്ദരം കണ്ണിൽ കണ്ണിൽ കാണും കാഴ്ചകൾ സുന്ദരം ആരും കാണാതഴകിൻ ഞൊറികൾ സുന്ദരം ആരും കേൾക്കാതോതും മൊഴികളോ സുന്ദരം അനുരാഗനിലാവിലൊരുമ്മ പ്രണയാതുരരായി നടക്കാം ഇതു നമ്മുടെ രാഗസരോവര തീരങ്ങൾ പ്രിയ സംഗമ സന്ധ്യക കാണാം മധുചുംബന മുത്തുകൊരുക്കാം ഇത് മോഹന രാഗസരോവര തീരങ്ങൾ കഴിഞ്ഞു. ആ അതാണ് അവിടെ നിർത്തണേ. അവിടെ അത്രേ ഉള്ളൂ. MJ അങ്കിൾ ഒരു കാര്യം കേട്ടോ, എന്താ എസ്തർ കുട്ടി ഇട്ടിരിക്കുന്ന ഉടുപ്പില്ലേ, ആ. ഇത് എസ്തർ കുട്ടിക്ക് 1 വയസ്സുള്ളപ്പോ എസ്തർ കുട്ടിയുടെ അമ്മ ഇട്ടതാ. ആണോ? ഗാന്ധികൾ എത്ര വയസ്സുള്ളപ്പോ? 1 വയസ്സ് 1 വയസ്സുള്ളപ്പോ? എസ്തർ കുട്ടിയുടെ അമ്മ ഇട്ട ഉടുപ്പാ ഇത്. 1 വയസ്സുള്ളപ്പോഴോ? അപ്പൊ അമ്മ അത് സൂക്ഷിച്ചു. അപ്പൊ അല്ല 1 വയസ്സിന് ഇത്ര വലിയ കൊച്ചോ? ശ്ശേ, 1 വയസ്സ് കൊച്ചിന് അമ്മ ഇട്ട ഉടുപ്പാണ്. അങ്ങനെ പറ, അങ്ങനെ പറ. വേറൊരു കാര്യം കൂടെ അതിന് ഒരു ക്ലൈമാക്സിൽ ഒരു വ്യത്യാസമുണ്ട്. എന്താ? എസ്തറുട്ടിയുടെ അമ്മയ്ക്ക് 1 വയസ്സുള്ളപ്പോ അമ്മൂമ്മ ഇട്ടതാ. അല്ല പിന്നെ അല്ല, എസ്തർ കുട്ടിക്ക് 1 വയസ്സുള്ള അപ്പൊ എസ്തർ കുട്ടിയുടെ അമ്മ ഇട്ടോണ്ട് ഇട്ട ഡ്രസ്സാണ്. വസ്ത്രമാണ് ഇത്. അതാണല്ലേ ഇത്? എസ്തറുട്ടിയുടെ അമ്മയ്ക്ക് എങ്ങനെ കിട്ടിയതാണ് ഞാൻ പറഞ്ഞത്. ഓ, കൈമാറി വന്നതാണോ? പാരമ്പര്യമായി ആ, വന്നതാ. മനസ്സിലായില്ലേ? ഓ, അതെനിക്ക് പരമ്പരാഗതമായിട്ട് എനിക്ക് കിട്ടിയതാണോ ഒന്ന്? മനസ്സിലായി, എനിക്ക് ആദ്യം അതെ, അതെ, മനസ്സിലായി. അതെ, അതെ. എനിക്കും ആ ഒരു, പിടികിട്ടി. വൻ ചെളു പറഞ്ഞതിന്റെ ഒരു സന്തോഷത്തിലാണ്. ആയി അതെ, ചേച്ചി, എന്റെ അതെ. മോഹം കണ്ടില്ലേ. യെസ്. അപ്പോ എസ്തർ കുട്ടി എന്തോ ഈ ഡ്രസ് ഇട്ടോണ്ടാണോ ഇനി ഇത്ര നന്നായിട്ട് പാടിയത്? അമ്മയുടെ അമ്മയുടെ ഉടുപ്പൊക്കെ ഡ്രസ്സ്. തന്നോളാം. കാരണം നമ്മുടെ ശ്രീയേം ഇതുപോലെ അമ്മയുടെ ഡ്രസ് ഇട്ട് വരുന്ന ദിവസം നന്നായിട്ട് പാടാറുണ്ട്. ആ അതെ ഏ ശരിയാ. അപ്പൊ എന്തായാലും ഒന്നും പാടി ഉഗ്രനായിട്ട് പാടി കേട്ടോ. സൂപ്പർ ആയിട്ട് പാടി. നല്ല ഉഗ്രൻ സെലക്ഷൻ ആണ്. നമ്മുടെ എസ്തർ കുട്ടിക്ക് വളരെയധികം മാച്ച് ചെയ്യുന്ന ഒരു പാട്ടാണ്. വോയിസിനും സിംഗിങ് സ്റ്റൈലിനും. ഞങ്ങൾ സംസാരിക്കായിരുന്നു കല്യാണിയുടെ വോയിസുമായിട്ട് സാമ്യം വന്നു എന്ന്. നല്ല സിമിലാരിറ്റി. യെസ് 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 യെസ്. ആ മുമ്പത്തെക്കാളും നല്ല അതെ, അതെ, ആളാന്റെ അതെ. പ്രൊനൗൺസിയേഷൻ ഒക്കെ സെയിം അതുപോലെ ഇരിക്കുന്നു. അതുപോലെ തന്നെ താരാകാശം എന്ന് തുടങ്ങുന്നതൊക്കെ കല്യാണി ഡയറക്റ്റ് നോട്ടിൽ നല്ല രസമാണ് കേൾക്കാൻ. കല്യാണി പാടിയേക്കണത് ആ. താരാകാശം എന്നൊക്കെ പറഞ്ഞ നല്ല രസമായിരുന്നു. അപ്പൊ എന്തായാലും നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള സിംഗറാണ്. നല്ലൊരു മ്യൂസീഷ്യനാണ് കല്യാണി. സാർ കല്യാണി ഞാൻ കല്യാണിയുടെ കാര്യം പറഞ്ഞു. നല്ലൊരു musician. Thank you, sir. കല്യാണിയുടെ കാര്യമാണ് പറഞ്ഞത്. കല്യാണിയും തുടക്കം പറയണ്ടേ? പറയണ്ടേ? കുഴപ്പമില്ല. അല്ല മോൾ അതുപോലെ തന്നെ ആവട്ടെ. അല്ല മോൾ അതുപോലെ തന്നെ ആവട്ടെ. ആവും, ഉറപ്പാ കേട്ടോ. അതുപോലെ തന്നെയാവും. അപ്പം ഇന്നത്തെ പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് പാടി. Thank you, sir. പല ഭാഗങ്ങളിലും നല്ല പെർഫെക്ഷൻ ആയിരുന്നു. പല ഭാഗങ്ങളും വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. Thank you, sir. ഈ അനുപല്ലവി തുടങ്ങിയപ്പോൾ മാത്രം താരാകാശം ദൂരെ കാണാതെ മാത്രം കുറച്ച് ശ്രുതി ഒരു വെരി വെരി മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു പ്രശ്നം തോന്നി. ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും സൂപ്പർ ആയിരുന്നു. Thank you, പിന്നെ sir. അത് കുറെ പ്രാവശ്യം വരുന്നുണ്ട്. കൊറേ പ്രാവശ്യം വരുന്നുണ്ട്. പിന്നെ ചരണത്തിന്റെ ഇതില് മോളിൽ നിന്ന് താഴത്തേക്ക് വരും. അത് തന്നെ. ആ. അങ്ങനെ ഈ പ്രയോഗം പല സ്ഥലങ്ങളിലും ഉണ്ട് അല്ലേ? യെസ്. ഇപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ ചെറുതായിട്ട് സ്ലിപ്പ് ആവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. പക്ഷെ അത് വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്തു. ഉഗ്രനായിരുന്നു. അത് ആര് പാടിയാലും ആ സംഭവം എവിടെയെങ്കിലും സ്ലിപ്പ് ആവും കേട്ടോ. ആര് പാടിയാലും. അത് കേട്ടപ്പോ ഒരു സന്തോഷം അല്ലേ? ശരിയാ, ഞാൻ ഇങ്ങനെയാന്ന്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പാട്ട് മൊത്തത്തില് അതിമനോഹരമായിട്ട് പാടി. Thank you, sir. സൂപ്പർ. Thank you. എനിക്ക് വളരെ സന്തോഷമായി. ഓക്കെ.
ഒരു വളരെ സുന്ദരിയായിട്ടുള്ള ബട്ടർഫ്ലൈ ഇങ്ങനെ പല 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 പൂക്കളിലൂടെ ഇങ്ങനെ പാറി പാറി നടന്ന് പാട്ട് പാടുന്ന പോലെ തോന്നി കേട്ടാ. അതുപോലെ തോന്നി. അത്രയ്ക്ക് നന്നായിരുന്നു. താങ്ക് യു സർ. വണ്ടർഫുൾ. താങ്ക് യു. താങ്ക് യു. വണ്ടർ അതിനകത്ത് വരുന്ന എന്തുകൊണ്ടാ? കാരണം അത് പ്രാക്ടീസ് ചെയ്ത് അത് പെർഫെക്റ്റ് ആക്കാനായിട്ടുള്ള ഒരു മനസ്സ് നമ്മുടെ എസ്തർ കുട്ടിക്കുള്ളവരുണ്ട്. അതിനാണ് കൈഡീസ് ഓഫ് ഇന്ത്യ. താങ്ക് യു സർ. ഓക്കെ. ആ പിന്നെ എന്താ വെച്ചാ ഈ ഷോൾഡർ കുറച്ച് ടൈറ്റ് ആക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് പാടുന്ന നേരത്ത്. ആ ആ ഇങ്ങനെ ഒരു ടൈറ്റ് അത് കുറച്ചൊന്ന് അയച്ചിട്ടാൽ ഇതിങ്ങനെ ഫ്രീ ആയിട്ട് ഓക്കെ എന്നിട്ട് പാടി ഒന്ന് ഫ്രീ ആക്കി കഴിഞ്ഞാൽ ചിലപ്പം കുറച്ചും കൂടെ ഈസിയർ ആയിട്ട് നമുക്ക് ഇതിലോട്ട് ഡെൽവ് ചെയ്യാൻ പറ്റും. പിന്നെ എപ്പോഴും ഞാൻ വിചാരിക്കാന്ന് പറഞ്ഞാൽ ഈ എക്സ്പ്രഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ഒരു വൈഫൈ ഇല്ലാത്ത സ്മാർട്ട് TV പോലെയാണ് ഈ പാട്ട് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ കൃത്യമായിട്ട് എക്സ്പ്രഷൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എന്ന് പറയുന്ന ആ ഫ്രേസ് ഉണ്ടല്ലോ, ഈ പാട്ടൊരു പാട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് എവിടെ തീരും എന്നാലോചിക്കുമ്പോഴത്തേക്കും പിന്നെ പക്ഷെ അത് വളരെ തന്ത്രപൂർവ്വം വിദ്യാജി ഉപയോഗിച്ചിരിക്കുന്നു ഈ പാട്ടിൽ ഭയങ്കര രസകരമായിട്ട്. അപ്പൊ ആ പാട്ടിൽ കിട്ടിയില്ലെങ്കിൽ എല്ലാം പോയി എന്നുള്ള തോന്നലാണുള്ളത്. അനുപല്ലവിയും ചരണം കേട്ട് ആ ഉമ്മിലാണ് പിന്നെ പല്ലവിയിലേക്ക് എത്തിക്കുന്നത്. ബ്രിഡ്ജ്. അപ്പൊ അതെല്ലാം വളരെ ശ്രദ്ധാപൂർവം തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് നമ്മുടെ എസ്തർ കുട്ടി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ആ ശബ്ദം എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു ഈ പാട്ടിൽ. ഒത്തിരി ഇഷ്ടം. പിന്നെ ഈ അനുപല്ലവി തുടക്കം മാത്രം എന്തോ എവിടെയോ എങ്ങനെയോ സംതിങ് മിസ്സിങ്, ചെറിയ ഒരു മൈക്രോ മിസ്. അപ്പൊ ആ മൈക്രോ മിസ് നമുക്കൊന്നുകൂടെ ഒന്ന് ശരിയാക്കിയല്ലോ. താരാകാശം ദൂരെ കാണാൻ സുന്ദരം, ദീപമനോഹര നഗരം എത്രയോ സുന്ദരം, താളത്തുടിയിൽ തുടരും ഗാനം സുന്ദരം, അവയോട് താരാടും യൗവനം സുന്ദരം, പുതുമോടി. ഫുൾ പാട്ട് പാടണ്ട, ജസ്റ്റ് ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോഴും അത് പെർഫെക്റ്റ് ആണെന്ന് വെച്ചാൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അവിടെ ഇവിടെ. ചെറിയ ഇപ്പൊ സ്ലിപ്പൂലേ എന്നൊരു സംശയം. അങ്ങനെ സ്ലിപ്പാതിരിക്കാൻ ശ്രമിക്കണം. ഓക്കെ, അത് മാത്രമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് രണ്ടാമത്തെ ചരണത്തിന്റെ ആദ്യം. തമ്മിൽ പകരം മധുരം സുന്ദരം. അവിടെയൊക്കെ എക്സ്പ്രഷൻസ് ആരും കേൾക്കാത്തതും മൊഴികളോ സുന്ദരം. അവിടെ എസ്തർ കൂടി കാലക്കിയാടാ. ഇതൊക്കെ എങ്ങനെ അതിന്റെ അടുത്ത ലൈൻസും കൊള്ളാമായിരുന്നു. അനുരാഗ നിലാവിലുരുമ്മ. ബാക്കിയെല്ലാം എന്നത്തെക്കാളും ഇതിന്ന് കണക്കിയത് അത് കരിമിഴി കുരുവിയെ കണ്ടില്ല അതുപോലെ പല പാട്ടുകൾ അതുപോലെ ഒരു ഇതിലുണ്ട്. സൂചിച്ചാണ് എല്ലാ പാട്ടുകളും പാടിയിരിക്കുന്നത്. അതെ, പിന്നെ ഇപ്പവേ പാർക്കണം ഇപ്പവേ ഞാൻ പാടിയ സൂചിച്ചാണോ? അല്ല, അത് ഹരിണി. അപ്പൊ ഇതെല്ലാം സൂചിച്ചി ഓറിയന്റഡ് സോങ്സ് ആണ്. അപ്പൊ സൂചിച്ചിയുടെ പാട്ടുകൾ എടുത്താൽ ചിലപ്പോൾ എസ്തറിന് നന്നായിട്ട് പാടാൻ പറ്റും കേട്ടോ. കാരണം ആ ശൈലിയില് ഈ ശബ്ദം കൂടെ വരുമ്പോഴത്തേക്കും ഭയങ്കര സിമിലാരിറ്റീസ് തോന്നുന്നുണ്ട് എവിടെയൊക്കെയോ ആ പ്രൊനൗൺസ് ചെയ്യുന്ന രീതിയും ചില അക്ഷരങ്ങളൊക്കെ. അല്ല, നമ്മളിപ്പോ പിച്ച് പെർഫെക്റ്റ് ആയതുകൊണ്ട് മാത്രം ഒരു കാര്യമില്ല. ഡൈനാമിക്സ് വർക്ക്ഔട്ട് ചെയ്തില്ലെങ്കിൽ സോങ് ഫെയിൽ ചെയ്യും. പിച്ച് പെർഫെക്റ്റ് ആയാലും സോങ് ഫെയിൽ ചെയ്യും. അപ്പൊ ഇവിടെ വലിയൊരു വിജയമാണ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ. ഒത്തിരി വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടാ. നിവർന്ന് നിന്നുകൊണ്ട് തന്നെ അത് നമുക്ക് ആഘോഷിക്കാം കേട്ടാ. അല്ല ക്യാപ്റ്റൻ? യെസ്, ഡെഫിനറ്റ്ലി. എസ്തർ ബേബി, എസ്തർ കുട്ടിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസസ് എന്ന് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു ഇത് കേട്ടോ. മിടുക്കിയായിട്ട് പാടി. എനിക്ക് ശരിക്കും കല്യാണി ചേച്ചിയുടെ ആ ശബ്ദവും എസ്തർ കുട്ടിയുടെ ശബ്ദത്തിന്റെ ഒരു സിമിലാരിറ്റി ഭയങ്കര അത്ഭുതം തോന്നുന്നു എനിക്ക്. അതുപോലെ ഉണ്ടായിരുന്നു ആ രായുടെ പ്രൊനൗൺസിയേഷൻ. താരാകാശം എന്ന് പറയുന്ന ആ പ്രൊനൗൺസിയേഷന്റെ രീതിയില്ലേ, അത് അതുപോലെ ഒപ്പിയെടുക്കാൻ പറ്റുന്നത്. അതുപോലത്തെ ഒരു ശബ്ദവും അത് അങ്ങനെ തിരിച്ചിങ്ങോട്ടേക്ക് ഒരു ടേപ്പിട്ട് കേൾക്കുന്ന പോലെ തോന്നുന്നു പലപ്പോഴും. അതുപോലെ അത്ര സിമിലാരിറ്റി കേട്ടോ. അതുകൊണ്ട് തന്നെ സെലക്ഷൻ നല്ല സൂപ്പറായിട്ട്
ചെയ്തിട്ടുണ്ട് എസ്തർ ബേബി. ബ്യൂട്ടിഫുൾ സെലക്ഷൻ. എനിക്ക് മുഴുവൻ ഇഷ്ടപ്പെട്ടു. ചരണവും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചരണമാണ്. എനിക്ക് ഒരു കുഞ്ഞു കാര്യം തോന്നിയത് അനുപല്ലവി തുടങ്ങുന്നതിന് മുന്നേ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് കുറച്ചും കൂടെ ഒന്ന് ഹസ്കി ആക്കി കുറച്ചും കൂടെ ഒരു ഡൈനാമിക്കലി ഒരു ഇതും കൂടെ കൊടുത്തിരുന്നെങ്കിൽ ഇച്ചിരിയും കൂടെ ബ്യൂട്ടിഫുൾ ആയനേ എന്നൊരു കുഞ്ഞു സജഷൻ. ബാക്കിയൊക്കെ സൂപ്പറായിരുന്നു. നല്ല കോസ്റ്റ്യൂം, നല്ല രസത്തിലുള്ള പ്രസന്റേഷൻ, ബ്യൂട്ടിഫുൾ സിംഗിങ് കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. കണ്ടെങ്കിലും കണ്ടില്ല നാം, കാണാൻ കൊതിക്കെ വീഴുന്നോ യവനിക. കേട്ടെങ്കിലും കേട്ടില്ല നാം, ഉള്ളിൽ തുളുമ്പും പ്രിയരാഗം മുഖമായി കൊതിയാർന്ന സംഗമം, വിരഹാർദ്രരംഗമായി ഋതുമർമ്മരങ്ങളിൽ കേഴുന്നു മാനസം. മധുചോരുന്നു ഋതുമായുന്നു വെറും പാഴ്ക്കനവായോ മധുവിധുവേളകളാരു തരും, ഇനിയാരു തരും ഒരു രാക്കിളിപ്പാട്ടിന്റെ കൂട്. ആരു തരും നമുക്കാരു തരും മണിക്കനവിന്റെ മതിലുള്ള വീട്. താമരക്കൂട്ടിൽ കിനാവിന്റെ വീട്ടിൽ നാം ഒന്നിച്ചു ചേരുന്നതെന്നോ, ചന്ദനത്തിന്നൽ തലോടുന്നതെന്നോ, നാം ഒന്നിച്ചു പാടുന്നതെന്നോ. മധുവിന് നമുക്ക് 100 കൊടുക്കാം അല്ലേ? കൊടുക്കാം. മിനുട്ടാ കൊടുക്കാം, അത് എന്തായാലും കൊടുക്കാം. ഒരു 100 എറിഞ്ഞു തരാം. ഓ, സിമ്പിൾ ആയിട്ട് 100 വാങ്ങിയത്. ഈസിലി എടുത്ത് പോക്കറ്റിൽ. ഇതൊക്കെ എന്തോന്ന് എന്തോ അതെ. മധു 100 അയ്യോ 100-ൽ 1000 ഒക്കെ വാങ്ങിക്കുന്ന ആളാ. മധുവങ്ങളല്ലേ? എസ്തർ കുട്ടിയോ? ഒരു 98.5. സന്തോഷായോ? ഓക്കെ, അറിയോ? എത്ര പ്രതീക്ഷ, എത്ര മാർക്ക് പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ നമ്മള് കമന്റ്സ് ഒക്കെ പറഞ്ഞപ്പോ? അല്ല, അനുപല്ലവിയൊക്കെ 90 എന്തായാലും ഉണ്ടെന്ന്. എന്തായാലും ഉണ്ട്. ബാക്കി പറ. 90. ഓക്കെ, ഒരു 0.5 കൂടെ നമുക്ക് കൊടുക്കാം അല്ലേ? ഓക്കെ, ഓക്കെ, ഞാനൊരു 0.25 കൂടെ ചേർത്ത് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 98.75 on 100 for you today. താങ്ക് യു സർ. ഓക്കെ എസ്തർ കുട്ടാ, ടാറ്റാ, ബൈ ബൈ. അടുത്തതിൽ 100 വാങ്ങണം. എന്തോ മതിയാകത്തോലെ. എന്തോ ഒരു തൃപ്തിക്കുറവ്. എന്താ പ്രശ്നം? എന്താ മുഖം മാറിയല്ലോ? അമ്മയുടെ ചോദിക്കട്ടെ. മുഖമൊക്കെ മാറി. ഇത്ര മുഖം മാറിപ്പോയി. അതെ, എസ്തർകുട്ടിയുടെ തന്നെ മുഖമൊക്കെ മാറി. എന്റെ മുഖം അങ്ങനെ അവിടെ മാറില്ല. അമ്മയുടെ മുഖം മാറിയോ? ഓക്കെ ആണോ? 98.75 ഓക്കെ ആണോ? ഓക്കെ, അവര് ഹാപ്പിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കുഴപ്പമില്ല. അവസാനത്തെ ഫിക്സ്ഡ് അല്ലേ? ഓക്കെ, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 100 on 100 for Esther Kuti today. എന്താ അതുപോലെ സന്തോഷമില്ലാത്ത? നമ്മുടെ രാഗസരോവര തീരങ്ങൾ, പ്രിയ സംഗമ സന്ധ്യകൾ കാണാം, മധുചുംബന മുത്തുകൊരുക്കാം, ഇത് മോഹന രാഗസരോവര തീരങ്ങൾ. എസ്തർ കുട്ടിയാണ് നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ. മധു അങ്കിൾ, Me? വെൽക്കം. What about him? What about him? No, you. തൊട്ട് മുന്നേ വന്നു. You with the jacket. Go. MJ സാറും മതി. ഇപ്പൊ MJ സാർ. അതെ, മധു അങ്കിൾ ഇറങ്ങി വന്ന്. MJ സാർ എച്ചല്. MJ സാറിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടില്ലല്ലോ. ഇതുവരെ കിട്ടിയിട്ടില്ല. Yes. അതെ, MJ സാർ. കിട്ടി. MJ സാർ എണിച്ചല്ലേ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. മധുമംഗൾ അങ്ങനത്തെ ഫീലൊന്നുമില്ല. ഫീൽ ഉണ്ട്. മധുരെ വിഷമിക്കാൻ പറ്റില്ല. ഒന്നുമില്ല, ഇപ്പൊ എഴുന്നേക്കാൻ കഴിയും. അതാണ് മടി പിടിച്ചിരിക്കുക അവിടെ. ഇതുവരെ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞില്ല കൊച്ചിന്. അതെ, അതെ. അല്ല, ഈ കോസ്റ്റ്യൂമിന്റെ കഥ കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം ജനറേഷൻ ടു ജനറേഷൻ, അതല്ലേ അങ്ങനെയല്ലേ പോകേണ്ടത്? അതൊരു ട്രഡീഷൻ ആണല്ലോ. അപ്പൊ ഇത്രയും നാളെ അറിഞ്ഞിട്ടില്ല. കാലം തൊട്ട് സംസ്കരിച്ച് അറിഞ്ഞിട്ട് പോലും ഇല്ല. ഇങ്ങനെ നിക്കുക. അത് ജനറേഷൻ ടു ജനറേഷൻ. അപ്പൊ എസ്തർ അടിമുടി ഒന്ന് നോക്കി, എന്നിട്ട് ഒരു കാര്യമുണ്ട്, എന്റെ കാലം വാരാനുള്ളതല്ല. ഞാൻ പറഞ്ഞോണ്ടെന്ന് എന്താ വെച്ചാ, ഇത്രയും നാളും അത് കാത്തു വെച്ചില്ലേ, അതാണ് ആ അമ്മയ്ക്ക് ഒരു വലിയൊരു
നമസ്കാരമുണ്ട്, സ്നേഹമുണ്ട് യെസ്. തീർച്ചയായിട്ടും. അപ്പോ ഇതിരിക്കട്ടെ, ഇതൊരു ഉടുപ്പ്. ഒരു ഉടുപ്പ്. അത് അമ്മ കറക്റ്റ്. തന്ന ഉടുപ്പ് പോലെ തന്നെ ഒത്തിരി സ്നേഹമുള്ള നമ്മുടെ കിൻഡർ മോക്സിന്റെ ഒരു ഉടുപ്പ്. ഓക്കെ, ഇതൊരു 25 വർഷം കയ്യിൽ വെച്ചിരിക്കണം. എന്നിട്ട് ഒരു അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യാം. കൊടുക്കാന്ന്. ഓക്കെ, താങ്ക് യു MJ അങ്കിൾ, താങ്ക് യു എസ്തർ കുട്ട, ബൈ. ഗുഡ് നൈറ്റ്. നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ ആണ് ശ്രീയക്കുട്ടി. ലെറ്റ്സ് വെൽക്കം നമ്മുടെ ശ്രീയക്കുട്ടി ഓൺ സ്റ്റേജ്. ആൻഡ് ഗിഫ്റ്റ് കൊടുക്കാൻ ആര്യ ചേച്ചി. ശ്രീയക്കുട്ടി ഗ്ലിം 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 ബാംഗ്ലൂരിൽ നിന്ന് ഡും 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 Fly, പാട്ട് fly, fly. പാടാൻ ഡിം 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 ഒരു സൂപ്പർ ഉടുപ്പാണ്. പെർഫോമർ ഓഫ് ദ ഡേ. കൺഗ്രാറ്റുലേഷൻസ് കിൻഡർ ബോക്സിന്റെ ഒരു സുന്ദരിയായിരിക്കാനുള്ള ഒരു സുന്ദരി ഉടുപ്പ്. താങ്ക് യു ശ്രീയക്കുട്ടി, ബൈ. ആര്യ ചേച്ചി താങ്ക് യു, ബൈ. ഇന്നത്തെ നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഒരു കിഡിലൻ എപ്പിസോഡ് ദേ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. നാളെ ഇതേ സമയത്ത് നമ്മൾ വീണ്ടും കാണും, ഒത്തിരി നല്ല പാട്ടുകളും കുറെ വിശേഷങ്ങളുമായിട്ട്. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റ, ബൈ, സീ യു.